പാലക്കാട് മാട്ടുമന്തയിലെ പൊതുശ്മശാനത്തിൽ ശവസംസ്കാരത്തിന് ഷെഡ് പണിയാൻ NSS കരയോഗത്തിന് പാലക്കാട് നഗരസഭയുടെ അനുമതി. സ്ഥലത്തിന് ചുറ്റും അതിര് നിർമ്മാണം ആരംഭിച്ചു. അതായത് പാലക്കാട് നഗരസഭയാണ് 20 സെന്റ് സ്ഥലം NSS കരയോഗത്തിന് നൽകിയത് നിർമ്മാണം. പക്ഷേ ഇപ്പോൾ മതിൽ കെട്ടുന്നടക്കമുള്ള ജോലികൾ അവിടെ ഈ ശ്മശാനത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ജാതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ജാതി തിരിച്ച് ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് നൽകേണ്ട ഒരു കാര്യമില്ല. പൊതു ശ്മശാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് പല പൊതുപ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇനി ഇവിടെ NSSൽ വരുന്ന ആൾക്കാരെ എല്ലാം അടക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആ മതിലിന് പുറത്തായിട്ട് അടക്കണം. എവിടെയാണ്? ഒരു പൊതു ശ്മശാനത്തിലെ ശവത്തിൽ വരെ വേർതിരിവ് കാണുന്ന ശവങ്ങൾ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല. വേർതിരിവുകളുടെ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക്, അതാണ് ഇവർ സ്വപ്നം കാണുന്ന ഇന്ത്യ. പക്ഷെ ജാതീയതാണെന്ന് ആരും പറയരുത് കേട്ടോ. അവർ കുറച്ച് പേഴ്സണൽ സ്പേസിൽ ശവമായി കിടന്നോട്ടെ എന്ന് ചിന്തിച്ചതാണ്. അല്ലാതെ റിസർവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ജാതി നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഇതൊക്കെ ജാതീയതയാണെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കാരാണ് തെറ്റുകാർ. പണ്ട് കാലത്ത് ഈ ശ്മശാനങ്ങൾ ജാതിമത വ്യത്യാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഉയർന്ന ജാതിക്കാർക്ക് ഒരു പ്രത്യേക ശ്മശാനവും അല്ലാത്തവർക്ക് മറ്റു ചില വകഭേദങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതിന് മറുപടിയാണ് ഈ പൊതു ശ്മശാനങ്ങൾ. എല്ലാ ജാതിക്കാരും മതക്കാരും ഒരേ രീതിയിലാണ് സംസ്കാര അധികാരം നേടേണ്ടത് എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഈ പൊതു ശ്മശാനങ്ങളൊക്കെ നിലവിൽ വന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ബാക്കിയുള്ളവരൊന്നും ശവമായിട്ട് പോലും ഇവരുടെ അടുത്ത് കിടക്കാൻ യോഗ്യരല്ല എന്നാണ് ചിന്ത.